ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. അബ്ദുള്ള കുട്ടി ഇപ്പോൾ BJPയുടെ തങ്കക്കുട്ടി. BJPക്ക് അബ്ദുള്ള കുട്ടി ഒരു തുറുപ്പ് ചീട്ട് തന്നെയാണ്. കേരളത്തിലെ BJP നേതാക്കന്മാരുടെ പട്ടികയിൽ ഒരു മുസ്ലിം നേതാവ് വരുന്നു, അതും ഒരു ദേശീയ മുസ്ലിം. എന്തിനു വേണം പറയാൻ, അബ്ദുള്ള കുട്ടി എല്ലായിടത്തും കത്തിക്കയറുകയാണ്. കിട്ടുന്ന വേദികളിലൊക്കെ കയറി ഈ ദേശീയ മുസ്ലിങ്ങൾക്കെതിരെ, അതായത് BJPയുടെ കൂടെ നിൽക്കാത്ത മുസ്ലിങ്ങൾക്കെതിരെ തുറന്നടിച്ച് സംസാരിക്കുകയാണ്. അത് കേട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന BJP പ്രവർത്തകർക്ക് ഇപ്പോൾ അബ്ദുള്ള കുട്ടി ഒരു തലൈവ തന്നെയാണ്. BJPയുടെ പ്രമുഖ നേതാക്കന്മാരുടെ പട്ടികയിൽ പ്രവർത്തകർ അബ്ദുള്ള കുട്ടിയുടെ പേരും നിലവിൽ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അബ്ദുള്ള കുട്ടിക്ക് ഇപ്പോൾ വലിയ ഫാൻസുകൾ BJPക്കകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള സത്യം നമുക്കാർക്കും തള്ളിക്കളയാൻ വേണ്ടി സാധിക്കുകയില്ല. ഡോർ ടു ഡോർ ക്യാമ്പയിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്തും ഈ കുട്ടി എത്തി. കൂടെ ഒരുപാട് BJPയുടെ കുട്ടികളും ഉണ്ടായിരുന്നു. ഒന്നിച്ചു പോയി വീടുകളിൽ കയറി പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ചുള്ള ആശങ്കകളെ ബോധവൽക്കരിച്ചു കൊടുത്ത് അതിനെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു നീക്കമാണ് കുട്ടിയും കൂട്ടരും ഉദ്ദേശിച്ചത്. പക്ഷേ തിരുവനന്തപുരത്തെ കുത്തുകല്ലിൻ മൂടിലെത്തിയപ്പോൾ നാട്ടുകാർ ഇവരെ പിടികൂടിയ ഉടൻ തന്നെ അബ്ദുള്ള കുട്ടി സാർ പറഞ്ഞത് എന്താണെന്നറിയുമോ? നമ്മളൊക്കെ പ്രവാചകരുടെ ആളുകളല്ലേ, നമ്മളൊക്കെ പരസ്പരം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടവരല്ലേ എന്നുള്ളതാണ് ആദ്യം തന്നെ അബ്ദുള്ള കുട്ടി സാർ പറഞ്ഞത്. കൂടെയുള്ളവർ അബ്ദുള്ള കുട്ടി സാറിനോടൊപ്പം കട്ടക്ക് നിന്നതോടുകൂടി വിഷയം ഒന്നുകൂടി ഗൗരവമായി. നാട്ടുകാർ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഇവിടെ വന്നത്? അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ വന്നത് എല്ലാവരെയും ഒന്ന് കാണാനും അത്യാവശ്യ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനുമാണ്. എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതെന്ന് നാട്ടുകാർ ചോദിച്ചപ്പോൾ, അത് ഞങ്ങൾ പറയുന്നില്ല, മറിച്ചൊരു നോട്ടീസ് തരാം, അത് നിങ്ങൾ വായിക്കൂ എന്ന് പറഞ്ഞപ്പോൾ, ഈ നോട്ടീസിലുള്ള കാര്യം ഏറ്റെടുത്തുകൊണ്ടാണ് രാജ്യത്തെ ജനങ്ങൾ ഇന്ന് പൊതുനിരത്ത് തെരുവുകളിൽ സമരം ചെയ്യുന്നതെന്ന് നാട്ടുകാരുടെ മറുപടി വന്നപ്പോൾ അബ്ദുള്ള കുട്ടി വീണ്ടും പെട്ടു. അവസാനം കൂത്തുപറമ്പിലെ രക്തസാക്ഷികളിലേക്ക് അബ്ദുള്ള കുട്ടിയുടെ പ്രസംഗം കടന്നുപോയി. നാട്ടുകാരെ എങ്ങനെയെങ്കിലും പിടിച്ച് നിയന്ത്രിക്കാൻ ശ്രമിച്ച അബ്ദുള്ള കുട്ടിയെ നാട്ടുകാർ പഞ്ഞിക്കിടാതെ വിട്ടയച്ചത് തന്നെ അബ്ദുള്ള കുട്ടിയുടെ ഭാഗ്യമായി കാണാം. എന്തായാലും ഇനി ഈ ഡോർ ടു ഡോർ ക്യാമ്പയിനിലേക്ക് അബ്ദുള്ള കുട്ടി വരില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെയും ഒരു പ്രതീക്ഷ. കിട്ടേണ്ടതുപോലെ തിരുവനന്തപുരത്ത് നിന്നും ഈ ദേശീയ മുസ്ലിമിന് കിട്ടിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് പബ്ലിക്.